നമ്മൾ ഓടിച്ചെന്നപ്പോൾ ജങ്കാറ് കിട്ടിയില്ല, ജങ്കാറ് പോയി, ബോട്ടും പോയി. അപ്പോൾ നമുക്ക് തൽക്കാലം അവിടെ ഇരിക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ ഇരിക്കുവാണ്. വൈക്കത്തെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് ഓർത്ത് ഇറങ്ങിയതാണ്. അപ്പോൾ എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ബോട്ട് വരും വരെ ഇവിടെ ഇരിക്കാം, ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് അവിടെ ഇരിക്കാം. പായൽപ്പൂവാണ് കേട്ടോ, കപ്പപ്പായലിൻ്റെ പൂവാണ് ഇത്. പ്രത്യേകം എടുക്കാൻ കാര്യമുണ്ട്, ഞങ്ങളുടെ ഇടുക്കിയിലൊരു നഴ്സറിയിൽ ഈ പൂ ഇങ്ങനെ വിൽക്കാനായിട്ട് ഇട്ടേക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചാണ് ഇത് കപ്പപ്പായലിൻ്റെ പൂവല്ലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞു അറിയില്ല, നല്ല ഭംഗിയുണ്ട്. വില ചോദിച്ചാൽ പറഞ്ഞു 50 രൂപയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എത്ര വേണമെങ്കിലും ഞാൻ കൊണ്ടുത്തരാം, ഞങ്ങളുടെ നാട്ടിൽ പോകുമ്പോഴെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ ചിരിച്ചു. അതുകൊണ്ടൊന്ന് പിടിച്ചേക്കാമെന്ന് വെച്ച് ഞാൻ പിടിച്ചതാണ്. അവിടെ ഇരുന്നപ്പോൾ അപ്പം നമ്മുടെ ബോട്ട് വന്നു കേട്ടോ. നമ്മൾ ബോട്ടിൽ കയറി നമ്മൾ അക്കരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ഒത്തിരി നാളായി ബോട്ടിലൊക്കെ കയറിയിട്ട്. അപ്പോൾ കയറിയപ്പോൾ ഭയങ്കര ഒരു സന്തോഷമൊക്കെ. നമ്മൾ കാറിനായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാരണം നമ്മളപ്പുറം വണ്ടി വഴിയായിരുന്നു പോകുന്നത്. അപ്പോൾ ഇന്നോർത്ത് വണ്ടി അപ്പുറം ഇട്ടിട്ട് നമുക്ക് ബോട്ടിന് പോകാമെന്ന് ഓർത്ത് ഞങ്ങൾ. ഇതാകുമ്പോൾ എളുപ്പമാണല്ലോ. അവിടെ പാലം വരുന്നുണ്ട്, തൊട്ടപ്പുറം ഇരുന്നാൽ കാണാം അങ്ങേയറ്റത്ത് 2 പാലം പണിതുകൊണ്ടിരിപ്പുണ്ട്. പാലം വന്നാൽ പിന്നെ ബോട്ടിൻ്റെ ഇതൊക്കെ കുറയുമെന്നാണ് പറഞ്ഞത് കേട്ടോ. കായൽ തന്നെയാണ്, വലിയ വെമ്പനാട് കായലാണ്. അവിടെ പായൽ കിടക്കണം, അതിൻ്റെ പുറത്ത് മൊത്തം പൊക്കിയിരിക്കുന്നു. നോക്കി ഈ ബോട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ മീൻ ചാടി വരുമായിരിക്കും പൊങ്ങി. അപ്പോൾ അത് കൊത്തിത്തിന്നാനായിരിക്കും പൊക്കിയിരുന്നത്. നല്ല രസമാട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഈ ഹൈ റേഞ്ച് ഇഷ്ടമാണ്, നാട്ടിൻപുറം ഇഷ്ടമാണ്. ഹൈ റേഞ്ച് മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുമ്പോൾ ഇവിടെ കായലും വെള്ളവും തോടും. പിന്നെ നാട്ടിൽ പോയൊരു വിഷമമുള്ളൂ, മഴക്കാലമൊക്കെ ആയാൽ കാല് നനയാതെ നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ആ ഒരു അസ്വസ്ഥതയുണ്ട്. ഇപ്പോൾ വന്നപ്പോഴും അതുപോലെ തന്നെയായിരുന്നു, മുറ്റത്തൊക്കെ വെള്ളം കയറി കിടക്കുമായിരുന്നു. ചെളിയും വെള്ളമൊക്കെയാണ്. ഹൈ റേഞ്ച് പിന്നെ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. നല്ല രസമല്ലേ. അപ്പോൾ നമ്മൾ അക്കരയിലെത്തി. ബോട്ട് പതുക്കെ അടുത്തോണ്ടിരിക്കുവാണ്. ആ കിടക്കുന്നതൊക്കെ ബോട്ടും ജങ്കാറും ഒക്കെയാണ് കേട്ടോ. അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടായി പറയുന്നത് കേട്ടോ. അറിയാവുന്നവർ ഒരുപാട് പേര് കാണും, അറിയാൻ മേലാത്തവരും ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് കേട്ടോ. കെട്ടിയിട്ട് വേണം ഇറങ്ങാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കെട്ടാനായിട്ടുള്ള കയറൊക്കെ ഒരു കുറ്റിയെ ഇട്ട് കഴിയുമ്പോഴേ ഇറങ്ങത്തുള്ളൂ. ഇതാണ് ആ കുറ്റി. ആ കുറ്റിയിലേക്ക് വളച്ച് ചുറ്റി ആ കയറ് കെട്ടും. ബോട്ട് യാത്ര പേടിക്കാനൊന്നുമില്ല കേട്ടോ. പേടിയുള്ളവരുണ്ട്, അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രത്യേകം പറയുന്ന കാര്യം. എനിക്കൊരു കൂട്ടുകാരിയുണ്ട്, വെള്ളമെന്ന് പറയുന്നത് കാണുമ്പോൾ പേടിയാണ്. അയ്യോ വെള്ളമോ, ഞാൻ വരുന്നില്ല എന്ന് പറയും. ഹൈ റേഞ്ചിലുള്ളതാണ്. വെള്ളമെന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രത്യേകം പറഞ്ഞത് പേടിക്കാനൊന്നുമില്ലെന്ന്. നമ്മൾ ഇറങ്ങി നമ്മൾ വൈക്കത്തമ്പലത്തിലേക്ക് പോവുകയാണ്. അഷ്ടമി കഴിഞ്ഞ ആ സമയമായതുകൊണ്ട് അപ്പുറം ഇപ്പുറം കടകളൊക്കെ ഉണ്ട്. ആ കാണുന്നതാണ് വൈക്കത്തമ്പലം. അമ്പലത്തിൻ്റെ മുറ്റമാണ് കേട്ടോ ഇത്. ഞങ്ങൾ ചെന്നപ്പോൾ തൊഴാൻ പറ്റിയ സമയമല്ലായിരുന്നു. പിന്നെ വാതൊക്കെ നിന്ന് തൊഴുതിട്ടൊക്കെ പോകുന്നു. ആനയൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അഷ്ടമി കഴിഞ്ഞ സമയം കൊണ്ട് ആനയൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. തിരിച്ച് നമ്മൾ പോരുവാണ്. പോരുന്ന വഴിക്കുള്ള ചെറിയ കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. വീണ്ടും നമ്മൾ ബോട്ട് ജെട്ടിയിൽ വന്നു. അവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ക്യൂ നിന്ന് വേണം നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട്.
ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ വീണ്ടും ബോട്ടേ കയറുവാണ്. നമ്മൾ ബോട്ടിനകത്ത് കയറിയിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയൊരു വീഡിയോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ bye.